KMIC നാടിന്റെ ചലനങ്ങൾ കൺമുന്നിൽ കാണാം, വാർത്താവിശേഷത്തിൻ ചെപ്പു തുറക്കാം. KMIC ന്യൂസ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. കേരള മലബാർ ഇസ്ലാമിക് ക്ലാസ് റൂം KMIC TV പ്രേക്ഷകർക്കും റേഡിയോ ശ്രോതാക്കൾക്കും KMIC ന്യൂസിലേക്ക് സ്വാഗതം. വാർത്തകൾ വായിക്കുന്നത് ജലീൽ മടവൂർ. പ്രധാന വാർത്തകൾ. ചേളാരി വിഭാഗം പ്രവർത്തകരുടെ ആസൂത്രിത അക്രമം, കക്കോവിൽ ജുമാ നിസ്കാരം മുടങ്ങി. മുഖ്യമന്ത്രി പിണറായി വിജയൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി കൂടിക്കാഴ്ച നടത്തി. മുഖ്യമന്ത്രിക്ക് ഡൽഹിയിൽ ഊഷ്മള സ്വീകരണം. കേരളത്തിൽ മദ്യവിൽപ്പന കുറഞ്ഞിട്ടില്ലെന്ന് എക്സൈസ് മന്ത്രി TP രാമകൃഷ്ണൻ. ഇന്റർനെറ്റ് സൌജന്യമാക്കണമെന്ന ട്രായ് തലവൻ RS ശർമ്മ. കണ്ണൂരിലെ പയ്യാവൂരിൽ ഒരു കുടുംബത്തിലെ 5 കുട്ടികൾ മുങ്ങി മരിച്ചു. അധ്യയന വർഷം ആരംഭിക്കാൻ ദിവസങ്ങൾ മാത്രം ബാക്കിയിരിക്കെ സംസ്ഥാനത്ത് പാഠപുസ്തകങ്ങളുടെ അച്ചടി പൂർത്തിയായി. വാർത്തകൾ വിശദമായി. ഡൽഹിയിലെത്തിയ മുഖ്യമന്ത്രി പിണറായി വിജയൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി കൂടിക്കാഴ്ച നടത്തി. കേരളത്തിന്റെ മുന്നോട്ടുപോക്കിൽ കേന്ദ്ര ഗവൺമെന്റിന്റെ സഹകരണം അതിപ്രധാനമാണെന്ന് പിണറായി സ്വന്തം ഫേസ്ബുക്ക് പോസ്റ്റിൽ വ്യക്തമാക്കി. ആരോഗ്യകരമായ കേന്ദ്ര സംസ്ഥാന ബന്ധം യാഥാർത്ഥ്യമാകണം. ഫെഡറൽ സമ്പ്രദായത്തിന്റെ അന്തസ്സത്ത കാത്തുസൂക്ഷിക്കലും അനിവാര്യമായ കടമയാണ്. അതിലേക്കുള്ള മുതൽക്കൂട്ടായാണ് ഈ കൂടിക്കാഴ്ചയെ കാണുന്നതെന്ന് ഫേസ്ബുക്ക് പോസ്റ്റിൽ പറയുന്നു. മുഖ്യമന്ത്രി പിണറായി വിജയൻ നേരത്തെ ഉപരാഷ്ട്രപതി ഹാമിദ് അൻസാരിയുമായും ധനമന്ത്രി അരുൺ ജെയ്റ്റ്ലിയുമായും കൂടിക്കാഴ്ച നടത്തിയിരുന്നു. ചീഫ് സെക്രട്ടറി MS വിജയാനന്ദും അഡീഷണൽ ചീഫ് സെക്രട്ടറിയും മുഖ്യമന്ത്രിയുടെ പ്രിൻസിപ്പൽ സെക്രട്ടറിയുമായ നളിനി നെറ്റോയും കൂടിക്കാഴ്ചയിൽ പങ്കെടുത്തു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായുള്ള കൂടിക്കാഴ്ച സൌഹൃദപരമായിരുന്നുവെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. റബ്ബറിന് താങ്ങുവില ഏർപ്പെടുത്താൻ പ്രധാനമന്ത്രി തത്വത്തിൽ അംഗീകാരം നൽകിയെന്ന് മുഖ്യമന്ത്രി അറിയിച്ചു. റബ്ബർ മേഖലയിലെ പ്രതിസന്ധി പരിഹരിക്കാൻ രൂപരേഖ തയ്യാറാക്കാൻ നിർദ്ദേശിച്ച പ്രധാനമന്ത്രി വിശദ ചർച്ചയ്ക്ക് സന്നദ്ധത അറിയിച്ചതായും മുഖ്യമന്ത്രി അറിയിച്ചു. ഡിജിറ്റലൈസേഷൻ, എല്ലാ വീടുകൾക്കും ശൌചാലയം, സർക്കാർ വിഭവങ്ങളുടെ ചോർച്ച തുടങ്ങിയ വിഷയങ്ങൾ ചർച്ച ചെയ്തു. എല്ലാ വീടുകൾക്കും ശൌചാലയം എന്ന പദ്ധതി സമയബന്ധിതമായി പൂർത്തിയാക്കും. എല്ലാ വീടുകളിലും ഇന്റർനെറ്റ് സൌകര്യം സാധ്യമാക്കാനും ശ്രമിക്കും. ഗെയിൽ പൈപ്പ് ലൈൻ പദ്ധതിയുടെ പുരോഗതിയും പ്രധാനമന്ത്രി അന്വേഷിച്ചു. ആയുർവേദത്തിന്റെ രാജ്യാന്തര സാധ്യതകളും പ്രധാനമന്ത്രി പങ്കുവച്ചതായി മുഖ്യമന്ത്രി പിണറായി വിജയൻ അറിയിച്ചു. കേന്ദ്ര ധനമന്ത്രി, ആഭ്യന്തരമന്ത്രി എന്നിവരുമായുള്ള കൂടിക്കാഴ്ചയും പ്രതീക്ഷിച്ചതിലും അധികം സൌഹാർദ്ദപരമായിരുന്നുവെന്ന് പിണറായി വിജയൻ പറഞ്ഞു. മുഖ്യമന്ത്രിയുടെ ചുമതല ഏറ്റെടുത്തതിനു ശേഷം ആദ്യമായി ഡൽഹിയിൽ വരുന്നതായതുകൊണ്ട് നമ്മുടെ രാജ്യത്തിന്റെ പ്രധാനപ്പെട്ടവരെ ആകെ ഒന്ന് കാണുന്നത് നല്ലതാണ് എന്ന് കരുതി. അങ്ങനെ രാഷ്ട്രപതി, ഉപരാഷ്ട്രപതി, പ്രധാനമന്ത്രി, ആഭ്യന്തരമന്ത്രി, ധനകാര്യമന്ത്രി ഇത്രയും ആളുകളെ ഇന്ന് കണ്ടിട്ടുണ്ട്. എല്ലാവരും വളരെ സൗഹൃദപരമായിരുന്നു, അതേസമയം ക്രിയാത്മകവുമായിരുന്നു. രാഷ്ട്രപതിയും ഉപരാഷ്ട്രപതിയും കേരളത്തോടുള്ള അവരുടെ താൽപര്യം നല്ല നിലക്ക് തന്നെ പ്രകടിപ്പിക്കുകയുണ്ടായി. രാഷ്ട്രപതി അദ്ദേഹത്തിന്റെ പതിറ്റാണ്ടുകളായുള്ള കേരളവുമായുള്ള ബന്ധം അതൊക്കെ അയവറക്കുന്ന നിലയുണ്ടായി. പിന്നെ അദ്ദേഹം ചൈനീസ് സന്ദർശനം കഴിഞ്ഞ് ഉടനെ വന്നതായതുകൊണ്ട് ചൈനയെക്കുറിച്ചുള്ള കുറച്ച് കാര്യങ്ങളും കൂടി പങ്കുവച്ചു എന്ന് മാത്രം. ഉപരാഷ്ട്രപതി വിശദമായിട്ട് തന്നെ തെരഞ്ഞെടുപ്പ് വിശേഷങ്ങളൊക്കെ ചോദിച്ചറിയുകയുണ്ടായി. രണ്ടുപേരും കേരളത്തോട് സവിശേഷമായ സ്നേഹം പുലർത്തുന്നവരായിട്ടാണ് ചർച്ചയിലൂടെ വ്യക്തമായത്. ഉപരാഷ്ട്രപതി കേരളത്തിന്റെ നേട്ടങ്ങളാകെ ഓർമ്മിപ്പിച്ചുകൊണ്ട് അത് രാജ്യത്തിന് തന്നെ മാതൃകയാണെന്ന് അടിവരയിടുന്ന സ്ഥിതിയുമുണ്ടായി. സംസ്ഥാനത്തിന്റെ
സാമൂഹ്യ സാംസ്കാരിക മേഖലയെക്കുറിച്ച് അദ്ദേഹത്തിന് നല്ല ധാരണയുണ്ട്. അത് വെച്ചുകൊണ്ട് കുറേ കാര്യങ്ങൾ അദ്ദേഹം അന്വേഷിക്കുകയും ചെയ്തു. രാവിലെ ഡൽഹിയിലെത്തിയ മുഖ്യമന്ത്രിക്ക് പാർട്ടി പ്രവർത്തകരും മലയാളി സംഘടനാ നേതാക്കളും ചേർന്ന് വമ്പൻ സ്വീകരണമാണ് നൽകിയത്. കേരള ഹൌസിലെത്തിയ പിണറായിക്ക് ഡൽഹി മലയാളികളും ജീവനക്കാരും ഊഷ്മള വരവേൽപ്പ് നൽകി. സിപിഎം സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ, പോളിറ്റ് ബ്യൂറോ അംഗം എം.എ. ബേബി എന്നിവരും മുഖ്യമന്ത്രിക്കൊപ്പമുണ്ടായിരുന്നു. 2 ദിവസത്തെ സിപിഎം പോളിറ്റ് ബ്യൂറോ യോഗത്തിലും പിണറായി പങ്കെടുക്കും. കേരളവും ബംഗാളുമടക്കം 5 സംസ്ഥാനങ്ങളിലേക്ക് നടന്ന തിരഞ്ഞെടുപ്പിന്റെ ഫലം PB വിലയിരുത്തും. VSന് എന്ത് പദവി നൽകണമെന്ന കാര്യവും ആലോചിക്കും. കേരളത്തിൽ മദ്യവിൽപ്പന കുറഞ്ഞിട്ടില്ലെന്ന് എക്സൈസ് മന്ത്രി ടി.പി. രാമകൃഷ്ണൻ. UDF സർക്കാർ പൂട്ടിയ ബാറുകൾ ഒന്നും തുറക്കില്ല. മദ്യവർജ്ജനം ലക്ഷ്യമിട്ട് വിവിധ പദ്ധതികൾ സർക്കാർ പ്രാവർത്തികമാക്കുമെന്നും മന്ത്രി പറഞ്ഞു. ആവശ്യങ്ങളും പ്രതികരണവും വരുന്നത് മുഖ്യമായി എല്ലാവരും ഉന്നയിക്കുന്നത് മദ്യം എന്താണെന്നാണ്. അത് ഒരല്പം പ്രശ്നമുള്ള കാര്യം ഇതുകൊണ്ട് തന്നെ എന്താണ് നിലപാട് എന്നൊക്കെ അന്വേഷിക്കുന്നതിനൊക്കെ ഉള്ള സമീപനമുണ്ടാവും. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ തെരഞ്ഞെടുപ്പ് മാനിഫെസ്റ്റോവിൽ പറഞ്ഞ കാര്യങ്ങൾ നടപ്പിലാക്കും. ഗവൺമെന്റ് മദ്യരംഗത്തുള്ള ഗവൺമെന്റിന്റെ നിലപാട് മദ്യവർജനമാണ്. മദ്യവർജനത്തോടൊപ്പം ഈ മയക്കുമരുന്ന്, മറ്റ് ലഹരി പദാർത്ഥങ്ങളുടെ ഉപയോഗം അത് വളരെ അപകടകരമായ നിലയിൽ കേരളത്തിൽ വർദ്ധിച്ചിരിക്കുകയാണ്. ഇത് തടയണം. ഇത് തടയുന്നതിനുള്ള സാധ്യതകളെല്ലാം പരിശോധിക്കും. എക്സൈസ് വകുപ്പിനെ കൊണ്ട് മാത്രം സാധ്യമാകുമോ എന്നത് പരിശോധിക്കും. മറ്റ് സംവിധാനങ്ങൾ ഈ മേഖലയിൽ കൊണ്ടുവരുന്നതിനെക്കുറിച്ചും ആലോചിക്കും. ഈ മയക്കുമരുന്നിന്റെ ഉപയോഗം തടയണം. നിയമവിരുദ്ധമായ ലഹരി പദാർത്ഥങ്ങളെല്ലാം ഉപയോഗിക്കുന്നുണ്ട്. അതെല്ലാം തടയുക എന്നുള്ളത് ഏറ്റവും പ്രധാനം. അതിന്റെ വിശദാംശങ്ങൾ രൂപപ്പെടുത്തി വരുന്നേ ഉള്ളൂ. പക്ഷെ സമീപനം അതാണ്. കേരളത്തിൽ ഇപ്പം പലരും ബാറുകളെല്ലാം പൂട്ടിയെന്നൊക്കെ പറഞ്ഞ് പ്രചാരവേല നടത്തുന്നുണ്ടല്ലോ. യഥാർത്ഥത്തിൽ എവിടെയാ പൂട്ടിയത്? അധ്യയന വർഷം ആരംഭിക്കാൻ ദിവസങ്ങൾ മാത്രം ബാക്കിയിരിക്കെ സംസ്ഥാനത്ത് പാഠപുസ്തകങ്ങളുടെ അച്ചടി പൂർത്തിയായി. വിശദാംശങ്ങൾ കരീം ഏലംകുളം നൽകുന്നു. അധ്യയന വർഷം ആരംഭിക്കാൻ ദിവസങ്ങൾ മാത്രം ശേഷിക്കെ സംസ്ഥാനത്തെ പാഠപുസ്തക അച്ചടി പൂർത്തിയായതായി കേരള ബുക്സ് ആൻഡ് പബ്ലിക്കേഷൻ സൊസൈറ്റി അറിയിച്ചു. കഴിഞ്ഞ വർഷം അധ്യയന വർഷം പകുതിയായിട്ടും പല സ്കൂളുകളിലും പാഠപുസ്തകങ്ങൾ ലഭിക്കാതിരുന്നത് വിമർശനങ്ങൾക്കിടയാക്കിയിരുന്നു. സർക്കാർ സ്ഥാപനമായ കാക്കനാട് KBPSനെ മറികടന്ന് പാഠപുസ്തക അച്ചടി സ്വകാര്യ സ്ഥാപനങ്ങളെ ഏൽപ്പിക്കാനുള്ള സർക്കാർ നീക്കവും വിവാദമായിരുന്നു. ഇത് മറികടക്കാനായി ഇത്തവണ ആദ്യം തന്നെ പാഠപുസ്തകങ്ങൾ അച്ചടിക്കാനുള്ള അനുമതി സർക്കാർ KBPSനെ ഏൽപ്പിച്ചിരുന്നു. എന്നാൽ അച്ചടിക്കാനുള്ള കടലാസ് വാങ്ങാനുള്ള പണം ധനവകുപ്പ് അനുവദിക്കാതിരുന്നത് പാഠപുസ്തക അച്ചടിയെ ആദ്യം ബാധിച്ചെങ്കിലും ഇത് മറികടക്കാൻ KBPSന് കഴിഞ്ഞതായും അധികൃതർ പറഞ്ഞു. 1 മുതൽ 10 വരെയുള്ള ക്ലാസുകളിലെ 2,88,00,000 പുസ്തകങ്ങൾ അച്ചടിക്കുവാനാണ് സർക്കാർ KBPSനെ ചുമതലപ്പെടുത്തിയിരുന്നത്. ഇതിൽ മുക്കാഭാഗവും അച്ചടി പൂർത്തിയായി. 9, 10 ക്ലാസുകളിലെ പാഠപുസ്തകങ്ങളുടെ അച്ചടി പൂർത്തിയാക്കി മാർച്ചിൽ തന്നെ വിതരണം ചെയ്തു കഴിഞ്ഞു. 1 മുതൽ 8 വരെയുള്ള ക്ലാസുകളിലെ 30 ലക്ഷം പുസ്തകങ്ങളുടെ അച്ചടി മാത്രമാണ് ഇനി പൂർത്തിയാവാനുള്ളത്. ഈ മാസം 30-നകം ഇതും പൂർത്തിയാക്കാനാണ് KBPSന്റെ ശ്രമം. പുസ്തകങ്ങളുടെ അച്ചടിക്കായി 60 കോടി രൂപയാണ് സർക്കാർ ഫണ്ട് നൽകേണ്ടത്. എന്നാൽ 2 തവണയായി 35 ലക്ഷം രൂപയാണ് നൽകിയത്. KBPS സ്വന്തം ഫണ്ടിൽ നിന്നാണ് ബാക്കി തുക എടുത്തിരിക്കുന്നത്. കഴിഞ്ഞ വർഷം വരെ സ്റ്റോർ ആൻഡ് പർച്ചേസ് ഡിപ്പാർട്ട്മെന്റാണ് അച്ചടിക്കാനുള്ള കടലാസ് വാങ്ങാനുള്ള ടെൻഡർ ഉറപ്പിച്ചിരുന്നത്. എന്നാൽ ഇത്തവണ ഇതിനുള്ള അവകാശം സർക്കാർ KBPSന് നൽകി. മുൻ വർഷത്തേക്കാൾ 3 കോടി രൂപ കുറച്ചാണ് ഇത്തവണ തങ്ങൾ ടെൻഡർ ഉറപ്പിച്ചതെന്നും KBPS അധികൃതർ
അധികൃതർ പറയുന്നു. കൂടാതെ പുസ്തകങ്ങളുടെ വിതരണം ഇത്തവണ KBPS തന്നെയാണ് നടത്തുന്നത്. കഴിഞ്ഞ തവണ പോസ്റ്റൽ ഡിപ്പാർട്ട്മെന്റ് വഴി പുസ്തകങ്ങൾ വിതരണം ചെയ്തതിനേക്കാൾ 1 ലക്ഷം രൂപയുടെ കുറവ് വിതരണത്തിലും വന്നിട്ടുണ്ട്. KMIC ന്യൂസിനു വേണ്ടി കരീമേലംകുളം. ഇന്റർനെറ്റ് സൌജന്യമാക്കണമെന്ന് ട്രായ് തലവൻ RS ശർമ്മ. ഇന്റർനെറ്റ് വ്യാപിപ്പിക്കുന്നതിന്റെ ഭാഗമായി ടോൾ ഫ്രീ ഹെൽപ്പ് ലൈൻ പോലെ സൌജന്യമാക്കുകയോ ഡിസ്കൌണ്ട് നൽകുകയോ ചെയ്യണമെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു. ഇക്കാര്യങ്ങൾ ഉൾപ്പെടെ ഇന്റർനെറ്റ് സേവനങ്ങൾ നൽകുന്നതിൽ വരുത്തേണ്ട മാറ്റങ്ങൾ ഉൾക്കൊള്ളിച്ച് തയ്യാറാക്കിയ കരട് നിർദ്ദേശങ്ങൾ തയ്യാറായിട്ടുണ്ടെന്നും അദ്ദേഹം വ്യക്തമാക്കി. എന്നാൽ ഇന്റർനെറ്റ് സൌജന്യമാക്കുക എന്ന വ്യാജേന നെറ്റ് ന്യൂട്രാലിറ്റി അട്ടിമറിക്കപ്പെടുമോ എന്ന ആശങ്കയും നിലനിൽക്കുന്നുണ്ട്. നെറ്റ് ന്യൂട്രാലിറ്റിയുടെ കാര്യത്തിൽ ട്രായ് പുനരാലോചന നടത്തുന്നതായ സൂചനകളുമുണ്ട്. കഴിഞ്ഞ ഫെബ്രുവരിയിൽ ശക്തമായ പ്രതിഷേധങ്ങൾക്കൊടുവിലാണ് ഇന്റർനെറ്റ് സേവനങ്ങൾക്ക് വ്യത്യസ്ത നിരക്ക് ഏർപ്പെടുത്താൻ പാടില്ലെന്ന ഉത്തരവ് ട്രായ് പുറപ്പെടുവിച്ചത്. കണ്ണൂർ ജില്ലയിലെ പയ്യാവൂരിൽ ഒരു കുടുംബത്തിലെ 5 കുട്ടികൾ പുഴയിൽ മുങ്ങി മരിച്ചു. ഒരു കുടുംബത്തിലെ സഹോദരങ്ങളായ കുറ്റിക്കാട്ടിൽ ജോസ്, അക്കാംപറമ്പിൽ സജി എന്നിവരുടെ മക്കളാണ് മരിച്ചത്. 13നും 15നും ഇടയിൽ പ്രായമുള്ളവരാണ് മരിച്ച കുട്ടികൾ. ഇതിൽ 3 പേർ ഡൽഹിയിൽ നിന്ന് അവധിക്ക് നാട്ടിലെത്തിയതായിരുന്നു. 4 ആൺകുട്ടികളും ഒരു പെൺകുട്ടിയുമാണ് മരിച്ചത്. സെബാൾ സെൽജൻ, ഒരിജൻ സെൽജൻ, മാണിക് ബിനോയ്, അഖിൽ, ആയൽ എന്നിവരാണ് മരിച്ചത്. പയ്യാവൂർ സേക്രഡ് ഹാർട്ടിലെയും സെന്റ് ആൻസിലെയും വിദ്യാർത്ഥികളാണ് ഇവർ. കുളിക്കാനിറങ്ങിയ കുട്ടികൾ ഒഴുക്കിൽപ്പെടുകയായിരുന്നു. സമീപത്തെ സ്കൂളിൽ ഫോട്ടോയെടുപ്പിന് വന്നവർ ഒരു കുട്ടിയുടെ നിലവിളി കേട്ട് ഓടിക്കൂടുകയായിരുന്നു. നാട്ടുകാർ രക്ഷപ്പെടുത്താൻ ശ്രമിച്ചെങ്കിലും കഴിഞ്ഞില്ല. കാണാതായ 2 കുട്ടികളിൽ ഒരാളെ കണ്ടെത്തി. ഈ കുട്ടിയുടെ നില അതീവ ഗുരുതരമാണ്. ഗൾഫ് വാർത്തകൾ. ദുബായിൽ RTA പരിഷ്കരിച്ച പാർക്കിംഗ് നിരക്കുകൾ ഇന്നു മുതൽ പ്രാബല്യത്തിൽ വന്നു. വാണിജ്യ കേന്ദ്രങ്ങളിൽ മണിക്കൂറിന് 4 ദിർഹവും ബഹുനില പാർക്കിംഗ് കേന്ദ്രങ്ങളിൽ 5 ദിർഹവുമായിരിക്കും. ഇതോടെ ഉച്ചയ്ക്ക് 1 മുതൽ വൈകുന്നേരം 4 വരെയുള്ള സൌജന്യ പാർക്കിംഗ് ഇന്നു മുതൽ ഉണ്ടായിരിക്കുന്നതല്ല. ഓരോ വ്യക്തികളുടെയും ജീവിതത്തിലെ സുപ്രധാന തീയതികൾ വാഹനത്തിന്റെ നമ്പർ പ്ലേറ്റിൽ പ്രതിഫലിപ്പിക്കാൻ അവസരമൊരുക്കുന്നു. ഇതിനായി റോഡ് ആൻഡ് ട്രാൻസ്പോർട്ട് അതോറിറ്റി നിങ്ങളുടെ പ്രത്യേക നിമിഷങ്ങൾ നമ്പർ പ്ലേറ്റിൽ പ്രതിഫലിപ്പിക്കൂ എന്ന സംരംഭത്തിന് തുടക്കം കുറിച്ചു. എവറസ്റ്റ് കീഴടക്കി UAEയിൽ തിരിച്ചെത്തിയ 16-അംഗ UAE സായുധസേനാ സംഘത്തിന് ഉജ്ജ്വല സ്വീകരണം നൽകി. UAE സായുധസേനയുടെ ഏകീകരണത്തിന്റെ 40ാം വാർഷികാഘോഷത്തിന്റെ ഭാഗമായി ദേശീയ പതാക എവറസ്റ്റിന് മുകളിൽ സ്ഥാപിച്ചാണ് സംഘം തിരിച്ചെത്തിയത്. ലോകത്തിലെ ഏറ്റവും ആഡംബര ഹോട്ടലുകളിലൊന്നായ ബർജുൽ അറബിനോട് ചേർന്ന് ജലോപരിതലത്തിൽ റെസ്റ്റോറന്റുകളും മറ്റും അടങ്ങുന്ന ടെറസ് നിർമ്മിച്ചു. ഇതിന്റെ ഉദ്ഘാടനം UAE വൈസ് പ്രസിഡന്റും പ്രധാനമന്ത്രിയും ദുബായ് ഭരണാധികാരിയുമായ ഷെയ്ഖ് മുഹമ്മദ് ബിൻ റാഷിദ് അൽ മക്തും നിർവഹിച്ചു. കൊച്ചിയിൽ ക്ലിയറൻസ് ആരംഭിച്ചതോടെ കഴിഞ്ഞ 1 വർഷമായി അനിശ്ചിതത്വത്തിലായിരുന്ന ഡോർ ടു ഡോർ കാർഗോ സർവീസ് വേഗത്തിലായി. കേരളത്തിലേക്കുള്ള ഡോർ ടു ഡോർ കാർഗോകൾ 4 ദിവസം മുതൽ 7 ദിവസത്തിനുള്ളിൽ ലഭിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. റംസാനിൽ വിലകയറ്റമില്ലാതിരിക്കാൻ നിരവധി നടപടിക്രമങ്ങൾ കൈക്കൊണ്ടതായി വാണിജ്യകാര്യ മന്ത്രാലയം വ്യക്തമാക്കി. മന്ത്രി സുൽത്താൻ ബിൻ സയ്യിദ് അൽ മൻസൂരിയുടെ രക്ഷാകർത്തൃത്വത്തിലാണ് യോഗം ചേർന്നത്. KMIC ന്യൂസിനു വേണ്ടി അബുദാബിയിൽ നിന്നും ഇബ്രാഹിം മേലേപ്പാറ. ചേളാരി വിഭാഗം പ്രവർത്തകരുടെ ആക്രമണത്തെ തുടർന്ന് കക്കോവ് പള്ളിയിൽ ജുമാ നിസ്കാരം മുടങ്ങി. ആസൂത്രിതമായുള്ള ആക്രമണത്തിൽ 10ഓളം സുന്നി പ്രവർത്തകർക്ക് പരിക്കേറ്റു. വളവിൽപുറായി മുഹമ്മദ്, PP, പുളിയാറക്കൽ അബ്ദുൽ ഹമീദ്, പുളിയാറക്കൽ സൈദലവി, PK മുസ്തഫ എന്നിവർക്കാണ് പരിക്കേറ്റത്. ഇവരെ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ഇരുമ്പ് ദണ്ഡുകളുമായി പള്ളിയിലെത്തിയ ചേളാരി വിഭാഗം പ്രവർത്തകർ ജുമാ നിസ്കാരം തുടങ്ങുന്നതിനു മുമ്പായി ഖത്തീബിനെയും സുന്നി പ്രവർത്തകരെയും ആക്രമിക്കുകയും മുളക് പൊടി എറിയുകയുമായിരുന്നു. 2004-ൽ മുഹമ്മദുണ്ണി ഹാജി MLAയുടെയും മലപ്പുറം DYSPയുടെയും നേതൃത്വത്തിലുണ്ടാക്കിയ ഉടമ്പടി ലംഘിച്ച് ചേളാരി വിഭാഗം മനഃപൂർവ്വം നാട്ടിലെ സമാധാനാന്തരീക്ഷം തകർക്കാനാണ് ശ്രമിക്കുന്നത്. കഴിഞ്ഞ വെള്ളിയാഴ്ച ചേളാരി വിഭാഗം ഏകപക്ഷീയമായി ജുമാ നടത്തിയിരുന്നു. ഇതിനെതിരെ സുന്നി പ്രവർത്തകർ നൽകിയ പരാതിയെ തുടർന്ന് ഒന്നിടവിട്ട ആഴ്ചകളിൽ ഇരുവിഭാഗത്തിനും ജുമാ നടത്താൻ അനുവാദം നൽകിയിരുന്നു. ഇതനുസരിച്ച് ഇന്നലെ ജുമായ്ക്ക് നേതൃത്വം നൽകാനെത്തിയ സുന്നി വിഭാഗത്തിലെ ഖത്തീബിനെയും പ്രവർത്തകരെയും ആയുധങ്ങളുമായി എത്തിയ സംഘം ആക്രമിക്കുകയായിരുന്നു. ഇതേ തുടർന്ന് പോലീസെത്തി ലാത്തിവീശി ജനങ്ങളെ പള്ളിയിൽ നിന്ന് പുറത്താക്കുകയും നിസ്കാരം മുടങ്ങുകയും ചെയ്തു. ഇന്നലെയുണ്ടായ സംഭവത്തിന്റെ വിശദാംശങ്ങൾ കക്കോവിൽ നിന്നും ഹംസ മുസ്ലിയാർ നൽകുന്നു. ഹംസ മുസ്ലിയാർ, എന്താണ് കക്കോവിൽ ഇന്നലെ സംഭവിച്ചത്? വിശദാംശങ്ങൾ നൽകിയാലും. നമ്മൾ രണ്ട് പ്രാവശ്യം നായക്കാട് SI ഓഫീസിലേക്ക് വിളിച്ചു. ഇന്നലെ രാവിലെ 8:30 വിളിച്ചു. 4 നമ്മളും പോയി 4 ആളുകൾ. അന്നോട് ചോദിച്ചു നിങ്ങളുടെ നിലപാട് എന്താണ്? ഞാൻ പറഞ്ഞു ഒരാഴ്ച അവരോധ, ഒരാഴ്ച ഞങ്ങളോധ. ആ മുന്നോട്ട് പോയാൽ മതി, ഒരു കുഴപ്പം നാട്ടിലുണ്ടാവില്ലാണ്. അപ്പം തിരിച്ച് അവരോട് ചോദിച്ചു. അപ്പൊ അവർ പറഞ്ഞു നമ്മള് ഒരാഴ്ചക്കുള്ള പരിപാടിയൊന്നുമില്ല, ഒരു മാസത്തിനുള്ള പരിപാടിയില്ല, ഒരു കൊല്ലത്തിന്റെ പരിപാടിയില്ല, നമുക്ക് 2 കൊല്ലം അടുപ്പിച്ച് കിട്ടണം.
2 കൊല്ലം നമുക്ക് തരാൻ പറ്റില്ല. ഇപ്പം കമ്മിറ്റിയിൽ കോടതിയിൽ കേസ് നിലനിൽക്കുന്ന കാരണം കൊണ്ട് ഒരു കാരണവശാലും ഒരു കൂട്ടർക്ക് ഇത് പറയാൻ പറ്റില്ല. അത് 2 കൂട്ടർ കേസിന് ബാധിക്കും. അവര് അന്വേഷണത്തിന് കോടതി ഉത്തരവിട്ടെന്ന് വെച്ചാൽ 3 മാസങ്ങളെ കൊണ്ട് കക്കോവിൽ വഖഫ് ബോർഡിന്റെ ആളുകൾ വന്ന് എന്താണ് അതിന്റെ യഥാർത്ഥ സത്യാവസ്ഥ എന്ന് അന്വേഷിച്ച് റിപ്പോർട്ട് കൊടുക്കാൻ വേണ്ടി പറഞ്ഞ അതിന്റെ ഇടയിലാണ് ഇവര് ഒരു AT വിഭാഗത്തിന്റെ മുല്യാരോ EK വിഭാഗത്തിന്റെ മുല്യാരോ ഇവിടെ ഉണ്ടായാൽ അത് ഈ കേസിന് ദോഷം ചെയ്യുന്ന അവർക്കും അറിയാം, നമുക്കും അറിയാം. നമ്മൾ 2 വക്കീലന്മാരെ കൃത്യമായിട്ട് പറഞ്ഞു തന്നിട്ടുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ മല്ലാക്കിനെ മുല്യാരം തുറക്കാത്ത്. ഇപ്പൊ നാട്ടില് ഞാൻ ഈ വലിഞ്ഞെടുത്തുള്ള ആളെ ഞാൻ പോയി വാങ്ങിക്കൊടുക്കും, ഇമാമത്ത് വെക്കും. അതുപോലെ എന്റെ ജ്യേഷ്ഠന്റെ മോനെ EK വിഭാഗത്തിലാണ്, അവൻ വന്ന് കൊത്തുപോകും. അതുപോലെ ഓരോരുത്തരോരുത്തർ നമ്മുടെ നാട്ടുകാർ മാത്രം കൊത്തുപോയി അങ്ങനെ ഇപ്പൊ പോകാൻ തുടങ്ങിയിട്ട് 1.5 മാസം 2 മാസമായി. ഈ സമയത്ത് ഇന്നലെ നമ്മൾക്ക് അനുമതി കഴിഞ്ഞ വെള്ളിയാഴ്ച 20/5 വെള്ളിയാഴ്ച തന്നെ അവരെന്താ ചെയ്തെന്ന് വെച്ചാൽ രാവിലെ 10 മണിക്ക് പള്ളിന്റെ ഉള്ളിലേക്കുള്ളാക്കി. അത് നമ്മൾ അറിയില്ല. നമ്മൾ 11 മണിക്കും 11:30 വേറി വന്ന് നോക്കുമ്പോൾ പള്ളിന്റെ ഉള്ളിൽ പോലെ ഫുള്ള. ആ സമയത്ത് 5 പോലീസുകാർ അവിടെ ലീഗിന്റെ പോലീസുകാർ മഴക്കാരിൽ വന്ന് പോലെ അവിടെ ഇരുന്നിട്ട് പറഞ്ഞ് നിങ്ങളൊക്കെ കുഴപ്പമുണ്ടാക്കാൻ വന്നതിലാണ് എത്തിക്കാരൊക്കെ പുറത്തുപോയിക്കൊള്ളിയാണ്. ഒരു വാതില കണ്ടെത്തി ഒരു സുഖമായിട്ട് തുതി ഓടി മത്സരം വിളിച്ച് പുറത്തിറങ്ങി നല്ല ചെറുക്കാണ് പുറത്തിറങ്ങി. അതിന് പകരാണ് ഇപ്പൊ ഇന്നലെ നമ്മളെ ആളുകൾ നിർബന്ധമായിട്ട് കുത്തുപോകുന്നത് നമ്മൾ SIന്റെ മുന്നിൽ നിന്നൊക്കെ പറഞ്ഞു പോകുന്നതാണ്. അത് പ്രകാരം നമ്മൾ ആളെ നിർത്തി തയ്യാറാകുന്ന സമയത്താണ് ഈ ആക്രമണം അവർ അഴിച്ചു. ഇരുമ്പിന്റെ ഒരു കഷ്ണം എടുത്തിട്ട് അതിന്മേൽ ആണി വെൽഡ് ചെയ്തിട്ടുള്ള കുറെ സാധനങ്ങളാണ് അവർ എല്ലാ സ്ഥലത്തുനിന്നും കൊണ്ടുവന്ന് എല്ലാവരുടെ കയ്യിലും അത് വെച്ചിട്ടാണ് എല്ലാവരും തലക്കും മുഖത്തും കണ്ണിനൊക്കെ ഇടിച്ചത്. അങ്ങനെ ഒരുപാട് ആളുകൾക്ക് പരിക്കുണ്ടായിരുന്നു. അതിൽ നിന്ന് നമ്മളെ കയ്യിൽ കിട്ടി. അവരെ പള്ളിയിൽ നിന്ന് ഒരാളെ കയ്യിൽ നിന്ന് വീണ് പോയപ്പോ ആ സാധനം പിടിച്ചെടുത്തു നമ്മളെ കയ്യിൽ വെച്ചു. അവരാണ് ആസൂത്രിതമായി ആക്രമണം അയച്ചുവിട്ടത്. അവരാണ് അയച്ചുവിട്ടത്, നമ്മളല്ല അയച്ചിട്ട്. അവര് തീർത്ത് അയച്ചുവിട്ടില്ല. നമ്മളെ ആളുകൾ അവിടെ വന്നിട്ട് 2 ആള് ഈ ഉസ്താദിന്റെ എന്റെ ജ്യേഷ്ഠന്റെ ബാക്കിലും ഹബീബായി നിൽക്കുന്ന ആളുകളുടെ ബാക്കിലും പോയി ഇരുന്നിട്ടുള്ളൂ. ഇരുന്ന സ്പോട്ടിൽ തന്നെ. അതാണ് ഹക്ക്. അതൊരു സംശയമില്ല. ആ കാണികൾ 500ഓളം ആളുകൾ സാക്ഷിയാണ്. എത്ര പേർക്ക് പരിക്കേറ്റിട്ടുണ്ട്? നമ്മൾ 11 ആൾക്ക് പരിക്കുണ്ട്. ഹോസ്പിറ്റലിലാണോ ആശുപത്രിയിലാണോ ഇപ്പോൾ ഉള്ളത്? ഹോസ്പിറ്റലിൽ നിന്ന് ഇന്നലെ 2 ആളല്ലാത്തവരൊക്കെ ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജ് ചെയ്ത് പോകുന്നു. 2 ആളിപ്പോ. നന്ദി ഹംസം സുലിയാരി വിവരങ്ങൾ നൽകിയതിന്. കഴിഞ്ഞ റമളാന് ശേഷമുള്ള ആദ്യ വെള്ളിയാഴ്ചയും ഇത്തരത്തിൽ ചേളാരി വിഭാഗം പ്രശ്നങ്ങളുണ്ടാക്കുകയും ജുമുഅ മുടക്കുകയും ചെയ്തിരുന്നു. മഹലിൽ ചേളാരി വിഭാഗം ആസൂത്രിതമായി പ്രശ്നങ്ങൾ സൃഷ്ടിച്ച് ജനങ്ങളെ തമ്മിലടിപ്പിക്കാൻ ശ്രമിക്കുകയാണെന്ന പരക്കെ ആരോപണമുയർന്നിട്ടുണ്ട്. അവസാനമായി പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ചേളാരി വിഭാഗം പ്രവർത്തകരുടെ ആസൂത്രിത അക്രമം. കക്കോവിൽ ജുമാ നിസ്കാരം മുടങ്ങി. മുഖ്യമന്ത്രി പിണറായി വിജയൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി കൂടിക്കാഴ്ച നടത്തി. മുഖ്യമന്ത്രിക്ക് ഡൽഹിയിൽ ഊഷ്മള സ്വീകരണം. കേരളത്തിൽ മദ്യവിൽപ്പന കുറഞ്ഞിട്ടില്ലെന്ന് എക്സൈസ് മന്ത്രി TP രാമകൃഷ്ണൻ. കണ്ണൂരിലെ പയ്യാവൂരിൽ ഒരു കുടുംബത്തിലെ 5 കുട്ടികൾ മുങ്ങി മരിച്ചു. ഇന്റർനെറ്റ് സൌജന്യമാക്കണമെന്ന ട്രായ് തലവൻ RS ശർമ്മ. അധ്യയന വർഷം ആരംഭിക്കാൻ ദിവസങ്ങൾ മാത്രം ബാക്കിയിരിക്കെ സംസ്ഥാനത്ത് പാഠപുസ്തകങ്ങളുടെ അച്ചടി പൂർത്തിയായി. ഇതോടെ KMIC ന്യൂസ് ബുള്ളറ്റിൻ സമാപിക്കുന്നു. അടുത്ത ന്യൂസ് ബുള്ളറ്റിൻ സൌദി സമയം രാത്രി 10:30, തുടർന്ന് നാളെ വൈകിട്ട് ഇന്ത്യൻ സമയം 7 മണിക്ക്. ന്യൂസുകൾ അയക്കേണ്ട വിലാസം KMIC News Time @gmail.com. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.